ചോദ്യം വായിക്കുക. 64 വർഗ്ഗമൂലം എത്ര? ചോദ്യം വായിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആശയം ഇതാണ്. 64 എന്ന് പറയുന്ന ആളുടെ സ്ക്വയർ റൂട്ട് അഥവാ വർഗ്ഗമൂലം എത്ര? അപ്പോൾ നമുക്കറിയാം ഈ വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾ റേസ് ടു 1/2 എന്നാണ്. അപ്പോൾ 64 ഓൾ റേസ് ടു 1/2 എന്നാണ്. ഇനി എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ എന്ന് വെച്ചാൽ എ റേസ് ടു എം ഇൻറ്റു എൻ എന്നാണ്. അപ്പോൾ ഇവിടെ ഇതാണ് എം എന്ന് പറയുന്ന ആൾ, ഇതാണ് എൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ രണ്ടും കൂടെ ഗുണിച്ചാൽ മതി അല്ലേ, ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ 64 റേസ് ടു പവറുകൾ തമ്മിൽ ഇൻറ്റു ചെയ്യണം. ആദ്യത്തെ പവർ 64 രണ്ടാമത്തെ ആൾ 1/2 ആണ്. ഇൻറ്റു ചെയ്യുമ്പോൾ 64 റേസ് ടു 32 എന്നൊരു ആൻസർ വരും. ഇതാണ് ഒരു ആൻസർ. ഏത്? 64 റേസ് ടു 32. ഇത് ആൻസർ ആണെന്ന് വെച്ചാൽ ആൻസറാണ്. നമ്മുടെ ഓപ്ഷനിൽ കിടപ്പുണ്ടോ? അങ്ങനെ ഇല്ല. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം, രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് ഇയാൾക്ക്. നമ്മൾ ഈ കിട്ടിയ 64 കണ്ടോ? ഈ 64 എന്ന് വെച്ചാൽ ആരാണ്? ഈ 8ൻ്റെ സ്ക്വയറാണ്. പിന്നെ അതിന് പുറത്തായിട്ട് ആരും കിടപ്പുണ്ട്? 32 കിടപ്പുണ്ട്. 64 എന്ന് വെച്ചാൽ 8 സ്ക്വയർ, പിന്നെ അതിൻ്റെ പുറത്തായിട്ട് 32 ഉണ്ട്. അപ്പം നമുക്ക് എന്ത് പറയാം? 64 എന്നുള്ളത് 8 സ്ക്വയർ പിന്നെ 32. ഇതെങ്ങനെയാണ്? ഇതും പറഞ്ഞ പോലെ എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറയുമ്പോൾ 8 റൈസ് ടു 2 ഇൻറ്റു 32. ഇപ്പം നമ്മൾ പറഞ്ഞോളൂ എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് വെച്ചാൽ എ റൈസ് ടു എം എൻ എന്നാണ്. പവർ തമ്മിൽ ഗുണിക്കുമ്പോൾ 8 റൈസ് ടു എത്ര കിട്ടാം? 64 കിട്ടാം. നമ്മുടെ ഓപ്ഷൻ കിടപ്പുണ്ട് 8 റൈസ് ടു 64. സി എന്ന് പറയുന്ന നമ്മുടെ ഓപ്ഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ 2 തരത്തിൽ ആൻസർ ചെയ്താൽ പഠിക്കണം. ഇങ്ങനെയാണ് നോക്കിക്കൊണ്ട് 2 തരങ്ങൾ ഇങ്ങനെ നോക്കും. 64 റൈസ് ടു 64 എന്ന് പറയുമ്പോൾ 2 തരത്തിലാണ് പറയുക. ഒന്ന് നമ്മൾ പറയുന്നത് ഈ 64 റൂട്ട് എടുക്കുക. എത്രയാണ്? 8 പവറിനെ മാറ്റണ്ട. ഇതാണ് ഒരു ആൻസർ. പിന്നെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. എങ്ങനെയാണ്? 64ൻ്റെ സ്പേസ് അങ്ങനെ തന്നെയാണ്, 64 എന്ന് തന്നെയാണ്. ഈ ബേസായ 64 അങ്ങനെ തന്നെ. പവർ കിടക്കുന്ന 64 എന്താണോ പവർ അതിൻ്റെ പകുതി പറയുക. അപ്പോൾ ഒന്നുകൂടെ എങ്ങനെയൊക്കെയാണ്? ആദ്യം പറഞ്ഞത് ഈ 64ൻ്റെ റൂട്ട് പറയുക, പവർ അങ്ങനെ തന്നെ. രണ്ടാമത്തതിൽ 64 പറയുക, പവർ നേരെ പകുതിയാക്കുക. ഇത് രണ്ടും ഓപ്ഷനാണ്. നമുക്കപ്പോൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്താലോ? അപ്പോൾ ചില ആളുകൾക്ക് 2 ആൻസർ ഉണ്ട്, ചില ആളുകൾക്ക് ഒരു ആൻസറേ പറയത്തുള്ളേ. നോക്കിക്കുക എന്താ കാര്യമൊന്നും. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒന്നാമത്തത് 36 റൈസ് ടു 16ൻ്റെ വർഗ്ഗമൂലം എത്ര? ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ആദ്യം എങ്ങനെയാണ്? 36ൻ്റെ വർഗ്ഗമൂലം പറയുക. എത്ര? 6. ആ 16 അങ്ങനെ തന്നെ. രണ്ടാമത്തേലോ ആ 36 അതുപോലെ നിർത്തുക, 16ൻ്റെ പകുതി പറയുക. ഉണ്ടോ? ഇതുപോലെ ഇതെങ്ങനെ പറയും? 100 റൈസ് ടു 36ൻ്റെ വർഗ്ഗമൂലം എങ്ങനെ പറയും? 2 എണ്ണം പറ. ആദ്യം 100ൻ്റെ വർഗ്ഗമൂലം പറയുക, അത് 10 പവർ 1 അങ്ങനെ തന്നെ. രണ്ടാമത് 100 അങ്ങനെ തന്നെ പറയുക, 36ൻ്റെ പകുതി പറയുക. എത്രയാണ് 36ൻ്റെ പകുതി? 18. ഇവിടെ മുതലൊക്കെ ശ്രദ്ധിച്ചോണം, നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിച്ചു വേണം. 25 റൈസ് ടു 64 ഉണ്ടോ? എങ്ങനെയാണ്? നമ്മൾ 25ൻ്റെ റൂട്ട് പറയുക. എത്ര? 5. 64 എത്രയാ? അങ്ങനെ തന്നെ. രണ്ടാമത്തെയോ 25 അങ്ങനെ തന്നെ പറഞ്ഞിട്ട് 64ൻ്റെ പകുതി എത്ര? 32. ഇതിൽ ശ്രദ്ധിച്ച് തന്നെ പറയണം. നല്ല ക്വസ്റ്റ്യനാണ്. അതിന് ഒറ്റ ആൻസറേ ഉള്ളൂ. 49 റൈസ് ടു 81 എന്നാണ്. അതിന് ഒറ്റ ആൻസർ പറയാനുള്ള കാര്യം എന്താ നോക്കിക്കോണം. 49ൻ്റെ റൂട്ട് പറയുക 7 റൈസ് ടു എത്ര? 81. ഇനി നമുക്ക് വേണമെങ്കിൽ 49 അങ്ങനെ നിർത്തിയിട്ട് മുകളിലുള്ള 81ൻ്റെ പകുതി പറയണ്ടേ? അത് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ദശാംശമായിട്ട് പറയാൻ പറ്റില്ല. 81/2 എന്ന് പറയാം, എന്നാലും നമ്മളത് ഉപയോഗിക്കാറില്ല, നമുക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെ മുകളിൽ പകുതി എടുക്കാൻ പറ്റാത്ത സംഖ്യകൾ വരുമ്പോൾ നമ്മളതിനെ ചെയ്യാറില്ല. ഈ ഒരു ആൻസർ മാത്രമേ എഴുതാറുള്ളൂ. ഇനി 36 റൈസ് ടു 40 പറ. 2 തരത്തിലുണ്ടല്ലോ അല്ലേ? എങ്ങനെ പറയും? ഒന്ന് 36ൻ്റെ റൂട്ട് പറയുക. എത്രയാണ് 36ൻ്റെ റൂട്ട്? എത്ര?
6 40 അങ്ങനെ തന്നെ. രണ്ടാമത് എങ്ങനെയാണ്? 36 അങ്ങനെ നടത്തുക, 40ൻ്റെ പകുതി പറയുക. എത്രയാണ്? 20. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ പറഞ്ഞ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്നോട് പറയുന്നു, ആ 36ൻ്റെ റൂട്ടാണ് ആദ്യം പറയുക, 6 ആ പവറായ 16 അങ്ങനെ തന്നെ. രണ്ടാമത് എങ്ങനെയാണ്? 36 അങ്ങനെ തന്നെ പറഞ്ഞു, പവറായ 16ൻ്റെ പകുതിയാണ് ഈ വന്നിരിക്കുന്ന 8. ആ രണ്ട് തലങ്ങളെയും ചെയ്ത് പഠിക്കണം.